Good morning, all. Fawaz sir, hello, mute ആണ് കേട്ടോ sir. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം. സോ ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോ ഇന്നത്തെ സെഷൻ തുടങ്ങാൻ പോവാണ്. എല്ലാവർക്കും ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ആദ്യമായി തന്നെ ഇങ്ങനൊരു അവസരം തന്ന വിംബിൾ അക്കാദമിക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ഫൈസൽ സാറ്, പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൽ ഞങ്ങളുടെ ട്രെയിനിൽ ഞങ്ങളെ പുഷ് ചെയ്യുന്ന ജാസ്മിൻ മാൻ, അതുപോലെ തന്നെ സേവേഴ്സിൽ ഞങ്ങളെ എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന ഷെജീല മാൻ, പിന്നെ മോർണിംഗ് സർക്കിളിന്റെ സജന മാൻ, ഈ ഗ്രൂപ്പിലേക്ക് വരാൻ എല്ലാ കാരണക്കാരായിട്ടുള്ള ലിഫ്ന ടീച്ചർ, അതുപോലെ എന്നോ ഓർമ്മപ്പെടുത്താറുള്ള പ്രിയ സുഹൃത്ത് അൻസാറ്, അതോടൊപ്പം തന്നെ വിംബിൾ അക്കാദമിയിലെ ഓരോ ആൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്നതിന്. ആദ്യമായിട്ടാണ് ഒരു ക്ലാസ് എടുക്കുന്നത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ. അപ്പോ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാകുമെന്ന് ആദ്യമേ പറയാണ്. അതെല്ലാം ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോ സെഷനിലോട്ട് കടക്കുമ്പോൾ ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സെഷന് ഉദ്ദേശിക്കുന്നത് സ്പീക്കപ്പ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നതിന്റെ, നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയേണ്ട സ്ഥലത്ത് കൃത്യമായി പറയേണ്ടതിന്റെ, ഉച്ചത്തിൽ പറയേണ്ട സ്ഥലത്ത് തെറ്റാണെങ്കിൽ പോലും ഉച്ചത്തിൽ സംസാരിക്കുന്നതിന്റെ, അതിന്റെ ഒക്കെ ഒരു പരീക്ഷണം നടത്താൻ നമുക്കുള്ള ഒരു സ്റ്റേജാണ് ഇത്. ഈ വിംബിളിന്റെ ഈ മോർണിംഗ് സർക്കിൾ, നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളത് നമ്മുടെ ഒരു സ്റ്റേജ്. യു ആർ എൻ്ററിങ് ദ ലാസ്റ്റ് സ്റ്റേജ് എന്നാണ് പറയാനുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് സത്യം പറഞ്ഞാല് കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ പറയാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും, അത് ഒരു ഗുഡ് മോർണിംഗ് ആണെങ്കിൽ പോലും നമുക്ക് കിട്ടിയ അവസരത്തിൽ അവിടെ കയറി നമ്മൾ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഗുഡ് മോർണിംഗ് ആണെങ്കിലും നമ്മുടെ അഭിപ്രായം ആണെങ്കിലും ഈ സർക്കിള് നമുക്കുള്ളതാണ്. ദിസ് ഈസ് അവർ പ്ലേ ഗ്രൗണ്ട്. നമ്മുടെ എല്ലാ പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് വളരാനും നമ്മുടെ ഗ്രോത്ത് കാണാൻ കൂടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത്. അത് നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതിന്റെ ടു മാർക്ക് അവർ സെൽഫ്, നമ്മുടെ പ്രസൻസ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ള ഒരു വലിയ ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടത് നമ്മൾ കോൺഫിഡൻസോടുകൂടി കോൺഫിഡൻസ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, അത് ബിൽഡ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മുടെ നാട് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കൂടി അറിയാനും മനസ്സിലാക്കാനും കൂടിയാണ് ഇങ്ങനൊരു സെഷന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ സെഷൻ കോൺഫിഡൻസ് ബിഗിൻസ് വിത്ത് ദ സെൽഫ് ബിലീഫ് എന്നുള്ളതാണ്. അപ്പോ ബിൽഡിംഗ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് സംതിങ് ഓവർ നൈറ്റ്. ഇത് ഏതെങ്കിലും ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. നമ്മുടെ ഓരോ ലൈഫിൽ ചെറുതായി തുടങ്ങുന്ന കാര്യങ്ങളാണ്. ഇറ്റ്സ് എ പ്രോസസ്. ഇറ്റ്സ് എ ബ്രിക്ക് ബൈ ബ്രിക്ക്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, എക്സ്പീരിയൻസ് ബൈ എക്സ്പീരിയൻസ്. നമ്മൾ നടത്തുന്ന ഓരോ ചെറിയ ചുവടുകളും നമ്മുടെ ആത്മവിശ്വാസം വളർത്താൻ നമ്മളെ സഹായിക്കുന്നതാണ്. സോറി, ചെറിയ ഡിസ്റ്റർബൻസ്. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്.
അതെ, എന്തെങ്കിലും ഡിസ്റ്റർബ് ഉണ്ടെങ്കിൽ പറയണം. അപ്പൊ നമ്മൾ പറയുന്നത് കോൺഫിഡൻസിനെ കുറിച്ചാണ്. അപ്പൊ പരമാവധി സ്പീക്കപ്പ് എന്നുള്ളതാണ്. നമ്മുടെ സംസാരിക്കാൻ അവസരം കിട്ടുന്നിടത്തെല്ലാം സംസാരിക്കുക. ഇന്ററാക്ഷൻ പരമാവധി, ഈ ഒരു സെഷനിൽ പരമാവധി ഇന്ററാക്ഷനുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ ഇതില് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. സജന മാമിനോട് പറയാൻ പറഞ്ഞതാണ്. സജന മാം പറഞ്ഞു ഞാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവസാനം ഞാൻ തന്നെ പറയാൻ തീരുമാനിച്ചു. ഇന്ന് നല്ലൊരു ഇന്ററാക്ഷനോടുകൂടി ഇന്ന് ആക്റ്റീവായി നിൽക്കുന്ന ഒരാൾക്ക്, നമ്മുടെ അതുപോലെ നല്ല കമന്റ് ഇടുന്ന ആൾക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ഒരു ഗിവ് അവേ പ്രോഗ്രാം ഇവിടെ സജൻ മാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ആപ്പിൾ പ്രൊഡക്റ്റ് ആണ് മാം ഉദ്ദേശിക്കുന്നതെന്നാണ് മാം പറഞ്ഞത്. അല്ലേ മാം? കേൾക്കുന്നുണ്ടോ സജന മാം? കേൾക്കുന്നുണ്ട്. അതെ, ഒരു ആപ്പിൾ പ്രൊഡക്റ്റ് ആണ് മാം ഓഫർ ചെയ്തിട്ടുള്ളത്. 17 ആണോ എന്നറിയില്ല, അതിന്റെ ലോഞ്ച് കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഇനി അറ്റ്ലീസ്റ്റ് ഒരു ആപ്പിൾ ജ്യൂസ് എങ്കിലും കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോ അതിനുവേണ്ടി നിങ്ങൾ പരമാവധി ഇന്ററാക്ഷനിൽ ഉണ്ടാവണം. 17 ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ചാറ്റ് ബോക്സിൽ 17 ഇട്ടാൽ നന്നായിരിക്കും. അപ്പൊ അത് ഞാൻ നോട്ട് ചെയ്ത് അതിന് ഭാഗ്യശാലിനെ തെരഞ്ഞെടുക്കുന്നത് കൂടി ഈ അവസരത്തിൽ പറയാം. അപ്പോ അതെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിന്റെ സ്പോൺസർ ഫവാസ് സാറാണ് കേട്ടോ. അതെ, വിംബിൾ അക്കാദമിയാണ് അത് ചെയ്യുന്നത്. അപ്പോ അതിനൊരു 17 എന്നുള്ള ഒരു കമന്റ് ഇട്ട് പരമാവധി മുന്നോട്ട് വന്നാൽ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്കാണ് നമ്മൾ ഈ ഒരു 17 iPhone 17 നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോ ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പരമാവധി എല്ലാവരും ഇന്ററാക്ഷനിൽ കൂടി വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ നമ്മുടെ ക്ലാസ്സിലോട്ട് വന്ന ബിൽഡിംഗ് കോൺഫിഡൻസ്, ഇറ്റ്സ് നോട്ട് ദാറ്റ്സ് happens overnight. It's a process built by brick, step by step, experience by experience എന്നുള്ളതാണ്. അപ്പോ നമ്മളുടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ കോൺഫിഡൻസ് വളർത്താൻ ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, സ്കൂൾ കാലഘട്ടത്തിൽ SLC പഠിക്കുമ്പോൾ പോലും ഒരു പൊതുവെ ഒന്നിലും ആക്റ്റീവായി ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. SLC ക്ലാസ്സിൽ അന്ന് അവിടെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് നടന്ന ഒരു സാറുണ്ട്. ആ സാറ് അന്നിങ്ങനെ റിപ്പോർട്ട് എഴുതണം, ഇങ്ങനെ യു ആർ ഷൈ പേഴ്സൺ ആയിട്ടുള്ള ഒരു ഇതിൽ. അപ്പൊ അന്ന് അത് വല്ലാതെ ഒരു മനസ്സിൽ കൊണ്ടു. അപ്പൊ നമ്മൾ ഇങ്ങനെ ആയാൽ മതിയോ? അതിനുശേഷമാണ് ആ ഒരു കാലഘട്ടത്തിന് ശേഷം പരമാവധി പബ്ലിക്കിലേക്ക് ഇറങ്ങണമെന്നും ആളുകളോട് ഇടപഴകണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നതും, പിന്നീട് ഈ സാംസ്കാരിക മേഖലയിൽ ഇറങ്ങി വരികയും അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടുകയും പിന്നീട് കോളേജിൽ തന്നെ അവിടെ യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും, പിന്നെ കോളേജ് യൂണിയനിൽ തന്നെ 2 വർഷം സബ് എഡിറ്ററായി വർക്ക് ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു നേട്ടമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് സെൽഫ് ബിലീഫാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ്. നമ്മൾ വിശ്വസിച്ചാൽ, നമുക്ക് സാധിക്കും എന്ന് വിശ്വസിച്ചാൽ അത് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ നോബഡി ക്യാൻ സ്റ്റോപ്പ് അസ്. നമ്മുടെ വിശ്വാസം, നമ്മൾ അതിനുവേണ്ടി വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ ഇൻ ദ വേൾഡ് നോബഡി ക്യാൻ സ്റ്റോപ്പ് അസ് ഫ്രം ദ സക്സസ് എന്നുള്ളത്. അപ്പോ എല്ലാവരും സക്സസ് ആഗ്രഹിക്കുന്നവരാണ്. സക്സസ് ആഗ്രഹിക്കുന്നവർക്ക് സക്സസിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ അഭിപ്രായങ്ങളും നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളും കൃത്യമായി തുറന്നു പറയുക. അത് കോൺഫിഡൻറ്റോടുകൂടി പറയുക, അത് കോൺഫിഡൻസോടുകൂടി അവതരിപ്പിക്കുക. എത്ര നോബഡി കെയർസ് യുവർ യൂണിവേഴ്സിറ്റി മാർക്സ്, നോബഡി കെയർ ഹൗ മെനി സർട്ടിഫിക്കറ്റ്സ് യു ഹാവ്, നോബഡി കെയർസ് യുവർ which graduation you have. But if you have confidence to communicate to the people, if you are confident what you are doing, you can be succeed എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ കോൺഫിഡൻസ് ഇറ്റ്സ് ദ റിസൾട്ട് ഓഫ് ഡിസിപ്ലിൻ കൺസിസ്റ്റന്റ്ലി ആൻഡ് ദ ലേണിംഗ് ട്രസ്റ്റ് യുവർ സെൽഫ്.
confidence doesn't come from the outside source. It's not come from someone that telling you are great. ആരെങ്കിലും നമ്മളെ കുറിച്ച് നല്ലത് പറയുമ്പോ നമ്മൾ ആ കാര്യം കൃത്യമായി ചെയ്യുക. അവര് പിന്നെ ആ വ്യക്തി തന്നെ ചിലപ്പോ പിന്നീട് പറയണം, നീ പോരാ, ഞാൻ വെറുതെ പറഞ്ഞെന്ന് പറയുമ്പോ നമ്മൾ ഡള്ളായിട്ട് വീണ്ടും പഴയ ഇതിൽ തന്നെ പോയാല് അത് കോൺഫിഡൻസ് അല്ല. ആരൊക്കെ എന്തൊക്കെ സാഹചര്യം ഉണ്ടെങ്കിലും അത് കൃത്യമായി കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. ഇപ്പോ മോർണിംഗ് സർക്കിള്, നമ്മുടെ സജിന മാം ഇതിനെടുക്കുന്ന എഫേർട്ട് എത്ര പറഞ്ഞാലും നമ്മൾ മതിയാവാത്ത ഒരു കാര്യമാണ്. അപ്പോ അതിപ്പോ 2 ദിവസം ഭംഗി കൊടുന്നു, കുറച്ച് കഴിഞ്ഞാല് അന്ന് ആള് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ ഒരു ലെവല്, ആ ഒരു കോൺഫിഡൻസ് ലെവല് താഴ്ന്നു പോകുമ്പോ അതില് നമ്മൾ എന്താ പറയാ, അങ്ങനെ ഇല്ലാതെ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് ആ കൂടെയുള്ള ടീമിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ തന്നെ കൃത്യമായി മോർണിംഗ് സർക്കിൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സജന മാമിന്റെ ഒരു എഫർട്ട് ചെറുതല്ല എന്നുകൂടി പറയാം. അപ്പൊ നമ്മൾ ചെറിയ കാര്യങ്ങൾ പോലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ലെവല്, നമ്മുടെ സെൽഫ് ബിലീഫ്, ഇതെല്ലാം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ഇതിന് സെൽഫ് കോൺഫിഡൻസിന്റെ ഇത് പറയുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ ഉണ്ട്. അത് പറയുകയാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് യുവർ സെൽഫ് എന്നുള്ള ഒരു കാര്യം. നമ്മൾ എങ്ങനെയാണോ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മളുടെ കുറവുകൾ മനസ്സിലാക്കിയിട്ട് ആ കുറവുകളെ അത് നമുക്ക് പ്രാക്ടീസിലൂടെ, നമ്മുടെ കൺസിസ്റ്റൻസിയിലൂടെ നമുക്കത് നികത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് പ്രസംഗിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ 2 ആൾ കൂടുന്നിടത്ത് ചെന്നാൽ എന്റെ മുട്ട് വിറക്കും. അപ്പോ നമ്മള് അതിനാ വേണ്ടത് ആദ്യം തന്നെ ഒരു ടാർഗറ്റ്, നമ്മൾ ഒരു എഫർമേഷൻ കൊടുക്കുക. പരമാവധി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. എന്നിട്ട് ആളുകൾ കാണാൻ പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ, ഇപ്പോ നമ്മൾ ചെറുപ്പത്തിലാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോ ഒരു കോണമ്പേല് കണ്ടാൽ നമ്മൾ അവിടെ മാറിക്കും. എന്നിട്ട് ഉമ്മാടെ അടുത്ത് പോയി പറയും, വീട്ടിൽ ആരോ വന്നോണ്ടോ ഒന്ന് പോയി നോക്കാം. അങ്ങനെ ഒരു പ്രവണത. പിന്നെ പ്രധാനപ്പെട്ട എന്ത് കോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരെയും ഏൽപ്പിക്കുന്ന ഒരു പ്രവണത. അപ്പൊ അതൊക്കെ മാറ്റിയെടുത്ത് നമ്മൾക്ക് പേടിയുണ്ടെന്ന് തോന്നുന്ന കാര്യം നമ്മൾ മനഃപൂർവ്വം ചെയ്യുക. അങ്ങനെ ഒരു കുറച്ച് തവണ നമ്മളത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ കോൺഫിഡന്റ് ആവും. നമുക്ക് അതൊരു പ്രോബ്ലമേ അല്ലാതെ മാറും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മളെ ഹെർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ സെറ്റ് സ്മോൾ ഗോൾസ്, നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യുക. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇത്ര നാൾക്കുള്ളിൽ ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇപ്പോ സ്കൂൾ കാലഘട്ടത്തിലൊന്നും സ്പോർട്സിലൊന്നും വലിയ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നില്ലേ. അപ്പൊ അതില് ഇവിടെ ഗൾഫിൽ വന്നിട്ടാണ്, ഇവിടെ പ്രവാസ ജീവിതത്തിൽ തുടങ്ങിയിട്ട് കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ ഇതേപോലെ അന്ന് ഡ്യൂട്ടി ടൈമിങ്ങും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വീക്കെൻഡിൽ ലീവ് കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ ഫ്രണ്ട്സുമായിട്ടൊക്കെ മീറ്റ് ചെയ്ത് വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ആകെ ഉണ്ടായിരുന്ന ഒരു, പൊതുവെ ആരായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെ ഒരു എന്താ പറയാ, മൊത്തത്തിലൊരു ഡെസ്പ് അടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ, ആരായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തത്, അങ്ങനെ മൊത്തത്തിൽ ഡൗൺ ആയി എന്ന് തോന്നിയപ്പോ ഞാൻ തന്നെ സ്വയം എടുത്ത ഒരു തീരുമാനം വെച്ചാൽ, അന്ന് തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവ് എപ്പോഴും നമ്മളെ ലൈഫിൽ ഉണ്ടാവേണ്ട ഒന്നാണ്. നമ്മളിവിടെ ഭൂമിയിലോട്ട് ജനിച്ചു വീഴുമ്പോഴും അതുപോലെ തിരിച്ചു പോവുകയാണെങ്കിലും നമ്മൾ ഒറ്റക്കാണ്. അപ്പൊ നമ്മുടെ സക്സസ് നമ്മളുടെ മാത്രം ആവശ്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ആ ഒരു തിരിച്ചറിവ് മനസ്സിലാക്കി നമ്മൾ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ പരമാവധി ഇങ്ങനെ, പിന്നെ മനസ്സിലായി അതിലൊന്നും കാര്യമില്ല. നമ്മൾ ഉള്ള സമയത്തിനനുസരിച്ച് സോഷ്യൽ ഇന്ററാക്റ്റഡ് ആവാൻ ശ്രമിക്കണം. അങ്ങനെ തൊട്ടടുത്ത് ഞങ്ങൾ അവിടെ ഒരു പ്രവാസികളുടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെയുള്ള സമയങ്ങളിൽ അവിടെ പോയിരിക്കും, അവിടുന്ന് പത്രം വായിക്കും. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള അവിടെ ഇങ്ങനെ നിരന്തരം പോയപ്പോഴാണ് അവിടെ ഒരു വളണ്ടിയർ സർവീസ് എന്നുള്ള ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ വളണ്ടിയർ സർവീസിന്റെ ഭാഗമാവുകയും നിരന്തരം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ട് ആ
ആ വർഷം കഴിഞ്ഞ മുമ്പത്തെ വർഷം പറഞ്ഞ പോലെ ജില്ലയിൽ തന്നെ മികച്ച ഒരു വളണ്ടിയറിനുള്ള ഒരു അവാർഡ് കൂടി കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ പറയാം. അപ്പോൾ അതൊക്കെ നമ്മൾ സെൽഫ് ബൂസ്റ്റ് ചെയ്തുണ്ടാക്കിയതാണ്. ഒരവസരത്തിൽ നമ്മൾ താഴ്ന്നു പോകുന്ന കാണുമ്പോൾ അതിന്ന് നമ്മുടെ ആളുകൾ ചിലപ്പോ നമ്മൾ താഴ്ന്നു പോകുമ്പോൾ അവർക്ക് ചിലപ്പോ സന്തോഷിക്കാൻ വഴി ഉണ്ടാവുള്ളൂ. ചിലപ്പോ എല്ലാവർക്കും നമ്മളെ നന്നാവണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നന്നാവേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മുടെ പേരൻസിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാവും, നമ്മൾ സക്സസ് ആവുക എന്നുള്ളതാണ്. നമ്മുടെ പേരൻസിന്, നമ്മുടെ ഫാമിലിക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയൊരു കാര്യമാണ്. നമ്മൾ നല്ല നിലയിൽ എത്തുക. അപ്പോ അതുവഴി അവർക്കും നമ്മുടെ പേരൻസിന് അതൊരു സന്തോഷമാവും. പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് നമുക്കൊരു കുട്ടിയാവും, പ്രത്യേകിച്ച് എനിക്കൊരു മകനാവുമ്പോൾ. അപ്പൊ നമ്മൾ അവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷ അത് നമ്മളുടെ പേരൻസിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറെയൊക്കെ ഡിസിപ്ലിനോടുകൂടി നമ്മളുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെയാണ് പറയാനുള്ളത്, സ്റ്റേ ഇൻ പോസിറ്റീവ് സറൗണ്ടിങ്സ്. നമ്മള് ഫ്രണ്ട് സർക്കിളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടത്തില് അങ്ങനത്തെ ഫ്രണ്ട് സർക്കിൾ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ചില ദിവസങ്ങളിൽ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചില ഫ്രണ്ട്സ് ഇങ്ങനെ പറയും, ഇതിനൊക്കെ ഇത് വേറെ പണിയൊന്നുമില്ലേ, പുലർച്ചെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇരുന്നിട്ട് ഇങ്ങനെ ഇതാക്കാൻ എന്ത് കാര്യമുണ്ട്, ആ സ്ഥാനത്ത് കിടന്ന് ഉറങ്ങുന്നല്ലാതെ. അപ്പൊ അങ്ങനെയൊക്കെ നെഗറ്റീവ് പറയുമ്പോൾ ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ കാണും. ഈ ഒരു സമയത്തൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, പഠിക്കേണ്ട സമയത്ത് പഠിക്കാഞ്ഞിട്ടല്ലേ, അങ്ങനൊക്കെ ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ നമ്മൾ അവിടെ ഡെസ്പ് ആവാതെ നമുക്ക് അറിയാം ഇതുകൊണ്ട് നമ്മൾ സ്ഥിരം പങ്കെടുത്താൽ നമുക്ക് അതിന്റെ നേട്ടങ്ങൾ ഉണ്ട് എന്നും ആ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മളുടെ ഭാവിയിൽ നമുക്കത് കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്ര നെഗറ്റീവ് കമന്റ് കേട്ടാലും അതൊന്നും നമ്മളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ആ ഒരു എപ്പോഴും മനസ്സിലാക്കുക. അത് നമ്മളെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഇതിപ്പോ നെഗറ്റീവ് പറയുന്നവരോട് ദേഷ്യപ്പെടുക ഒന്നും വേണ്ട. നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പോസിറ്റീവ് സറൗണ്ടിങ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുക. പിന്നെ എൻകറേജ് യുവർ സെൽഫ്. നമ്മളെപ്പോഴും നമ്മൾ തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഉപയോഗപ്പെടുത്തുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലേൺ ആൻഡ് ഗ്രോ കണ്ടിന്യൂസ്ലി. നമ്മൾ പരമാവധി എന്തെങ്കിലും ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ വായിക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും സ്കില്ല് പഠിക്കുക. നമ്മൾ ഒഴിവു സമയങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇത്ര നാൾക്കുള്ളിൽ ഞാൻ ഇന്ന രീതിയിൽ അച്ചീവ് ചെയ്യുന്നുള്ളത്. ഇവിടെ വിംബിളിൽ വന്നപ്പോൾ നമ്മൾ ഒരു ട്രെയിൻ ദ ട്രെയിനർ കോഴ്സ് 20th ബാച്ച്. അപ്പോ ജാസ്മിൻ മാം ഒക്കെ എന്നും ഇതിടും, വോയിസ് ഇടാൻ വേണ്ടിയിട്ട്, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ നിരന്തരം പുഷ് ചെയ്യും. അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി ആ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമ്മൾ ഇത്ര നാൾക്കുള്ളിൽ ഞാൻ ക്ലാസ് എടുക്കും, ഇത്ര നാൾക്കുള്ളിൽ ഞാൻ എൻ്റെ ഈ ലെവൽ അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു ഇത് മനസ്സിൽ നമ്മൾ തീരുമാനിക്കുക. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തൊക്കെ കേട്ടാലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോവില്ല എന്ന് ഉറച്ച് തീരുമാനം എടുക്കുക. അങ്ങനെ നമ്മൾ നമ്മളുടെ ലേണിങ്ങും നമ്മുടെ ഗ്രോത്തിനും വേണ്ട കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ ഹൈ കോൺഫിഡന്റ് ആയിരിക്കും, എവിടെയും നമുക്ക് മുന്നേറാൻ സാധിക്കും എന്ന് പറയാം. അതുപോലെ നമുക്കൊരു എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കാം.
ഇൻട്രോവേർട്ട് ആയിരുന്ന സാറ് എങ്ങനെയാ ഒരു റണ്ണർ ആയിരുന്നുള്ള കഥ പറയാം. ആ റണ്ണർ. അത് പറഞ്ഞ പോലെ ഇവിടെ പ്രവാസി ജീവിതം അറിയാം. അപ്പോ പറഞ്ഞ പോലെ നമ്മളെ ഉദ്ദേശിച്ച പോലെ താമസിച്ച റൂമിൽ നമുക്ക് ഫ്രണ്ട്സ് സർക്കിളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഫ്രണ്ട്സിനെ കാണാനോ അപ്പോ ഒരു ഒറ്റപ്പെട്ട ഒരു ഫീൽ ആയിരുന്നു. അങ്ങനെ ഉള്ള സമയത്ത് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാല് ഇവിടെ ഇങ്ങനെ നടക്കാൻ പോവാന്നുള്ളതാണ്. അങ്ങനെ ഇങ്ങനെ നടക്കും, ഒരുപാട് നടക്കും. അങ്ങനെ നടന്നപ്പോ എനിക്ക് തന്നെ തോന്നി കുറച്ചൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഓടിയാലോ എന്നുള്ള ഒരു മനസ്സ് വന്നത്. അങ്ങനെ ഓടാൻ പോവുകയും പിന്നെ നമ്മൾ തന്നെ ഒരു ലക്ഷ്യം വെച്ച് ഇങ്ങനെ അപ്പൊ ദുബായ് റൺ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, റേസ് നടത്തുന്ന സംഭവം അറിയുന്നത്. അങ്ങനെ അപ്പൊ അതിലോട്ട് പങ്കെടുക്കാനായി ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി നിരന്തരം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. രാവിലെ ഒക്കെ എണീറ്റ് ഓടാൻ പോകും. അപ്പോഴും പറഞ്ഞ പോലെ ആൾക്കാർ പറയുന്നു എനിക്ക് രാവിലെ ഓടാൻ പോണത് എന്ത് ഇല്ല സൂക്കേടുണ്ടാ. പക്ഷെ നമുക്കറിയാം ഞാൻ ഓടാൻ പോയുള്ള ഗുണം. ഈ നല്ല തണുപ്പുള്ള ടൈമില് ഒന്ന് ഓടി വന്നാല് അന്ന് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ആ ഒരു ഫ്രഷ്നെസ് എന്ന് പറയുമ്പോ രാവിലെ ഓരോരുത്തർ ഇങ്ങനെ ചുരുണ്ടുകൂടി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മളൊന്ന് റിലാക്സ് ആയി ഫുൾ സെറ്റ് ആയിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ നമുക്ക് കഴിയും. ഇത് നമ്മൾ അനുഭവിച്ചവർക്കേ നമുക്കറിയുള്ളൂ. അങ്ങനെ ഓടാൻ പോവുകയും ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരുവിധം റേസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡിന്റെ അങ്ങനെ 10K റേസിൽ സ്ഥിരം പങ്കെടുക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഏതാണ്ട് കുറച്ചാളായിട്ട് അതിന്റെ ഒരു കുറവ് വന്നിട്ടുള്ളൂ. ഇപ്പോ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ചെറിയൊരു ഇത് പറ്റിയിട്ടുണ്ട്. ഇവിടെ ബാച്ചലർ റൂമാണ്. അപ്പോ അതിൻ്റെതായ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചെറിയ ഡിസ്റ്റർബൻസ്. അപ്പോ അൻസാർ സാറിന്റെ ഡൗട്ട് ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെ ഓടാനുള്ളൊരു ഇതെത്തിയത്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അറിയാം ഇവിടെ സാഹചര്യം ഈ സമയത്ത് മെഡിറ്റേഷൻ കഴിഞ്ഞ് അങ്ങനെ അതില് നിദ്ര പ്രാപിച്ചവരും അങ്ങനെ പലതരത്തിലുള്ളവരും ഉണ്ടാവും. ഇപ്പോ പറഞ്ഞ പോലെ കഴിഞ്ഞ ഷെജീല മാമിന്റെ ക്ലാസ്സിൽ തോന്നുന്നു ഹൗ ടു ഓവർകം ഷൈനസ് എന്നുള്ള ഒരു ടോപ്പിക് ഇവിടെ പറഞ്ഞപ്പോ റിലേറ്റഡ് ആയി ചെയ്യാൻ പറ്റിയവരുണ്ടോ എന്ന് ചോദിച്ചപ്പോ അന്ന് പറഞ്ഞ പോലെ സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. അന്ന് പറഞ്ഞ ഒരുപാട് പോയിന്റുകൾ പറയാനുണ്ടായിരുന്നു. അതുപോലെ സാഹചര്യത്തിലായിരിക്കും എന്ന് വിചാരിക്കുന്നു പലർക്കും. അപ്പൊ അങ്ങനെ നമ്മളുടെ സെൽഫ് ബിലീഫ് വഴി നമ്മളുടെ കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. രാവിലെ തന്നെ അപ്പൊ നല്ലൊരു മോട്ടിവേഷൻ കിട്ടി. അപ്പൊ എല്ലാവരും ഓരോ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു തുടക്കമാണല്ലേ. ഒരു പുതിയ തുടക്കാണ് പിന്നത്തെ ഈ ഒരു പ്രഭാതം എന്ന് പറയുന്നത്. നമുക്കൊരു പുതിയൊരു തുടക്കാണ്, അല്ലെങ്കിൽ പുതിയൊരു ചാൻസ് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് എന്താണ് ലൈഫിൽ നമുക്ക് ഇന്ന് ഈ ഒരു ദിവസം നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു 1% എങ്കിലും ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാം. അപ്പൊ നല്ലൊരു മോട്ടിവേഷൻ രാവിലെ തന്നെ കിട്ടി. താങ്ക് യു ഫവാസ് സാർ. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഇത്. സാർ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞത് വലിയൊരു ലൈഫ് സക്സസിന്റെ ഫസ്റ്റ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് സാറിന്റെ ഇന്നത്തെ ക്ലാസ്സോടുകൂടി തെളിയിച്ചിരിക്കുന്ന ഒരു ഞാൻ മനസ്സിലാക്കുന്നു. ഈ ബാച്ചിലർ റൂമിൽ ഇരുന്നിട്ട് പ്രവാസി ആയിരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഏകദേശം അവിടെ ഇപ്പൊ സമയം 4:30 ആണെന്ന് തോന്നണേ. ഈ സമയത്ത് എഴുന്നേറ്റിരുന്ന് അവിടെ ലൈറ്റ് ഇട്ടിരുന്ന് ക്ലാസ് എടുക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ എത്ര സമ്മതം ഇന്നലെ തലേ ദിവസം തന്നെ പോയി വാങ്ങിച്ചിട്ടുണ്ടാവും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ആ ഒരു ചലഞ്ച് സാർ ഏറ്റെടുത്ത് അത് അക്സെപ്റ്റ് ചെയ്ത് അതിന് പോരാടി വിജയിച്ചതിന് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സാർ വൺസ് അഗൈൻ.
അതിന്റെ ഇടയില് ഇവിടെ എന്താ സംഭവിക്കുന്ന ഒരാൾ വന്ന് എത്തി നോക്കിയതും അതാണ് ഒരു ഡിസ്റ്റർബ്. ഹലോ സാർ, അങ്ങനെ ഒരു അടിപൊളി ക്ലാസ് ഡിസ്റ്റർബൻസ് ആയിരുന്നു. ആ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് താങ്ക് യു. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാന്നുള്ളത് സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ മുതലേ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു കമന്റ് പറയണം. എനിക്ക് 4 ആൾ കൂടിയെടുത്ത് സംസാരിക്കാൻ നല്ല പേടിയുള്ള ആളായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് വിചാരിച്ചു, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഒരു അനുഭവം പോലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന്. പറയട്ടെ? അതെ, ഞാന് പറഞ്ഞോ. നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എപ്പോഴും കുട്ടികൾ അങ്ങനെ തന്നെയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കമന്റിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മൾ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെയായിരുന്നു ഞാനും ചെറുപ്പം മുതലേ. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ കമന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെയായിട്ട് ഞാൻ കുറെ ഇപ്പോഴും ഏകദേശം അതേ ഒരു ലെവലിൽ ജീവിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ പിമ്പിളക്കാദ്യമി ക്ലാസ് കേട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു, എനിക്ക് എന്റെ കോൺഫിഡൻസ് ഞാൻ എന്താണെന്നൊക്കെ കുറെ മനസ്സിലായിന്ന്. കാരണം ഞാൻ ഇപ്പോഴും അങ്ങനെയാണ്, മറ്റുള്ളവരുടെ കമന്റ് നോക്കി ജീവിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെന്ത് വിചാരിക്കുന്നു, അവരെന്താ പറയാ, ആ ഒരു ഇതിലാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ് കേട്ടപ്പോ ഇങ്ങനെ വിചാരിച്ചു, നമ്മളെന്താണ്, നമുക്ക് സെൽഫ് കോൺഫിഡൻസ് എങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്നൊക്കെ മനസ്സിലാണത് നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കളൊക്കെ കിട്ടിയതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ മനസ്സിലായത്. അപ്പോ വെരി വെരി താങ്ക് യു. താങ്ക്സ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി, കേട്ടിരിക്കാൻ അതെ, പറ്റി. നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. രാവിലെ തന്നെ ഒന്ന് ഉഷാറാവാൻ പറ്റി. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. Fawaz, ഇതിപ്പോ പലർക്കും Mr. അതെ Paul, I congratulate you. Means ഇത്രയും എഫേർട്ട് എടുത്ത് അൻസാർ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിലോട്ട് എത്രത്തോളം എഫേർട്ട് അതിന്റെ പിന്നിലുണ്ടെന്ന് നമുക്കത് ഊഹിക്കാം. എന്നിട്ട് ഇത്രയും മനോഹരമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. അതെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഫവാസ് സാറ് മിക്ക ദിവസവും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ 4 മണിയായിട്ടല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ നമ്മളുടെ ഇവിടുത്തെ ഫെസിലിറ്റി എന്ന് പറയുമ്പോ. ആ ഒരു ഉറക്കം അവൻ നഷ്ടപ്പെടുത്തി ഇതിന് വാല്യൂ ചെയ്ത് അവന് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് സാറ് നാട്ടിലാണെന്നാണ്. കാരണം ജോയിൻ ചെയ്യാറുണ്ടല്ലോ, ഡെയിലി ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാറുണ്ട്. പേഴ്സണലി ചോദിക്കാറുണ്ട് അവനോട്, നിനക്ക് ഉറക്കമൊന്നും ഇല്ലേന്ന്. അത്രയും ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഞാനൊന്ന് അറ്റൻഡ് ചെയ്യുന്നത്. അതെ, ഇതാ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ പരിപാടി വെച്ചാല് ഈ പിന്നി കാണുന്നതില്ലേ, ഈ താഴെ ഇറങ്ങി 2 റൗണ്ട് ഓടും. അങ്ങനെ ആ ബ്രിഡ്ജ് നമുക്കൂടെ. അതെ അതുപോലെ സഫ്ന മാം ഇപ്പോ സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മോർണിംഗ് സർക്കിളിൽ നമ്മൾ കുറച്ച് ആൾക്കാരാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ എപ്പോഴും ഞാൻ വിചാരിക്കും ആരെങ്കിലും ഒക്കെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിലോ. ഇതുപോലെ പതുക്കനെ എല്ലാവരും മുന്നോട്ട് വരണം. ഞാനൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അത്രയും കൂടി ഇത് എനിക്കുണ്ടാവില്ല. എനിക്കൊരു വിംബിൾ അക്കാദമിയിൽ വന്നിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിന്റെ ഒക്കെ സമയത്തൊക്കെ എന്തെങ്കിലും ഇതുപോലെ ഫീഡ്ബാക്ക് പറയുന്നതൊക്കെ. അത്രയും എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് കോൺഫിഡൻസ് കൂടി. അങ്ങനെയാണ് നമ്മള് നമുക്ക് ഇമ്പ്രൂവ് ആക്കാം. ഞാനും സജ്ന മാം ആണ് പിന്നെ ഒരു ഫീമെയിൽ വോയിസ്. ആൻഡ് അർച്ചന മാം ഉണ്ടെങ്കിൽ അർച്ചന മാം ഉണ്ടാവും, ഷജില മാം ഓൾസോ. അങ്ങനെ ഫീമെയിൽ വോയിസ് കേൾക്കാറുണ്ടല്ലോ. മീൻസ് മുന്നോട്ട് വന്നതിന് താങ്ക് യു സോ മച്ച്. അതെ സഫ്ന മാം എന്തായാലും ഇനി ആക്റ്റീവായിട്ട് തന്നെ നിക്കണം. സംസാരിക്കാനൊരു പേടി എന്ന് വെച്ചാൽ എനിക്ക് ആരെയും അറിയില്ലായിരുന്നു. അൻസാർ സാറാണ് എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തത്. എന്നോട് പറഞ്ഞ് അതിൽ വരണം, ക്ലാസ് എടുക്കണം, ക്ലാസ് കേൾക്കണം എന്നൊക്കെ പറഞ്ഞതിൽ വന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സംസാരിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റി ആരെന്താ വിചാരിക്കുക, ആ ഒരു ടെൻഷനും പേടിയും ഉള്ളതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്നായിരുന്നു. ഞാൻ ഓരോ ക്ലാസ്സിലും വിചാരിക്കും ഒരു കമന്റ് പറയട്ടെ. അവസാനത്തും എനിക്ക് വോയിസ് ഓൺ ആക്കുമ്പോ എനിക്ക് എന്റെ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പറയാൻ പറ്റൂല. ഇപ്പൊ ഏകദേശം എനിക്കത് കുറഞ്ഞു. ആ ഒരു പേടി ഇതൊക്കെ കുറഞ്ഞു വന്നപ്പോ എനിക്ക് ഇന്ന് തോന്നി എന്തായാലും ഒന്ന് പറയാം. ഇന്നത്തെ ക്ലാസ്സും ആ ഒരു ലെവലിലാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പറയാം. എന്തായാലും എല്ലാവർക്കും താങ്ക്സ്. ഇപ്പോ നമുക്ക് കിട്ടിയ അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ പെട്ടെന്നാണ് പോകുന്നത്. അപ്പോ നമ്മളിപ്പോ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പ് ഇപ്പൊ എടുത്തില്ലെങ്കിൽ നാളെ 2050 ആയാലും നമ്മൾ പറഞ്ഞ പോലെ അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും.
ഇപ്പൊ അടുത്ത് കണ്ട ഒരു റീലില് പറഞ്ഞ പോലെ പ്രേമം സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പ്രളയം കഴിഞ്ഞിട്ട് ഇപ്പോ 8 വർഷമായി. നമ്മൾ പറയുമ്പോൾ 2 കൊല്ലം മുമ്പ് കഴിഞ്ഞു എന്നുള്ളൊരു മൈൻഡാണ് നമുക്കൊക്കെ ഉള്ളത്. അപ്പോ നമ്മൾ മാത്രം ഒരു എത്രത്തോളം ഇമ്പ്രൂവ് ആയി, നമ്മളുടെ പഴയ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് സ്വയം വിലയിരുത്തി അതിനു വേണ്ട കാര്യങ്ങൾ ഇനിയെങ്കിലും ഒരു ടൈനി സ്റ്റെപ്പ്, മേക്ക് എ സിമ്പിൾ സ്റ്റെപ്പ്, ദെൻ കൺസിസ്റ്റന്റ്ലി ചെറിയ ചെറിയ കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മളെ ലൈഫിലൊക്കെ വലിയ സക്സസ് ഉണ്ടാവാൻ പറ്റും. പരമാവധി ഇങ്ങനത്തെ ഇതിലൊക്കെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോ ഇപ്പോ സജിന മാം എപ്പോഴും പറയാറുള്ളതാണ്, തുടക്കത്തിലൊക്കെ വിംബിൾ മോർണിംഗ് സർക്കിൾ എന്ന് പറഞ്ഞ ഒരു ഫാമിലി പോലെയാണ്. അപ്പൊ ആർക്കും എന്തും പറയാം, തെറ്റും എന്നുള്ളൊരു പേടി വേണ്ട എന്നുള്ള കാര്യം എപ്പോഴും സജിന മാം പറയാറുള്ളതാണ്. അത് കേട്ടിട്ടാണ് ഞങ്ങൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് സംസാരിക്കുക എന്നുള്ള ആഗ്രഹം വന്നതും അങ്ങനെ സംസാരിച്ചതും പിന്നെ ഇതിലെ കമന്റ് സെക്ഷനിൽ വരുന്നതും ഇതൊക്കെ ഈ പറഞ്ഞ പോലെ സജന മാമിന്റെ ഇവരൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. അപ്പോ അതിനൊക്കെ കൂടെ അവർക്കുള്ള ഒരു നന്ദി കൂടി അറിയിക്കുകയാണ്. അത് വളരെ ആയിരുന്നു. രാവിലെ ഉറക്കത്തിൽ നിന്ന് എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് ഫ്രഷ് ആക്കി കൊണ്ടുവന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു. പിന്നെ എല്ലാരും പറഞ്ഞ പോലെ തന്നെ അത്രയും എഫേർട്ട് എടുത്ത് റൂമില് ഇരുന്നുകൊണ്ട് അങ്ങനൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആ ഒരു ആളില്ലേ സഫ്നാമ, അത് തന്നെ ശരിക്കും എന്ന് പറഞ്ഞ കാര്യങ്ങളില് നിങ്ങൾ പറഞ്ഞ ഒരു ഫ്രണ്ട് സർക്കിളിന്റെ ഒരു കാര്യം അതിന് അത് മുന്നോട്ട് വന്നത് അപ്പോ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. എന്തായാലും ആ ഒരു കാര്യത്തിനൊരു തീരുമാനമാക്കിയിട്ട് ഇവിടെ ഇറങ്ങിയാൽ മതി. താങ്ക് യു പ്രൊഫസർ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളി ക്ലാസ് ആയിരുന്നു. കമന്റ് പറയാന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ചില സമയത്ത് പറ്റലില്ല. എന്താ വെച്ചാല് എണീറ്റ് വരുന്നതന്നെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ആയിരിക്കും. അപ്പൊ ചില സമയത്ത് മൈക്ക് ഓൺ ആക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അതുകൊണ്ടാണ് കമന്റ്സ് പറയാൻ അധികം വരാത്തെ. എന്തായാലും ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു, അടിപൊളി. താങ്ക് യു, താങ്ക് യു. അതെ, കമന്റ് പറയാൻ ഇപ്പോ ചില സാഹചര്യത്തില് ഇപ്പോ ചില ക്ലാസ്സുകളിലൊക്കെ നമുക്ക് കമന്റ് പറയുന്നുണ്ടാവും. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഹാളിൽ വന്നിരുന്ന് കമന്റ് പറയുന്നത് ഇവിടെ പല ഡ്യൂട്ടിക്ക് പോകുന്നതിന്റെ തിരക്കിലായിരിക്കും. അപ്പൊ ചിലപ്പോ ക്ലാസ് റൂമിൽ ഇരുന്ന് തന്നെ കേൾക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ നിന്ന് കമന്റ് പറഞ്ഞാൽ ചിലപ്പോ റൂമിൽ നിൽക്കണതിന് ഒരു തീരുമാനവും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ അതുപോലെ എല്ലാവരുടെ സാഹചര്യങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ കമന്റ് പറയാത്തത്. അതെ അതെ, ചില സമയത്ത് ക്ലാസ്സിൽ കമന്റ് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ഗ്രൂപ്പിൽ വന്ന് കമന്റ് പറയലുണ്ട്. എല്ലാ പോയിന്റ്സും ലൈഫായിട്ട് തന്നെ കണക്ട് ചെയ്ത് പറഞ്ഞത് നന്നായിട്ടില്ലായിരുന്നു. പെട്ടെന്ന് മനസ്സിലാക്കാനും മോട്ടിവേറ്റ് ആവാനും പറ്റിയിട്ടുണ്ട്. താങ്ക് യു സജില. സജിലാന്റെ അതുപോലെ ക്ലാസ്സും നമ്മൾ സ്ഥിരം പങ്കെടുക്കാറില്ല. ഈ ഓവർകം ഷൈനസ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞാൽ പറയാനും പറ്റിയില്ല. ഇപ്പോ അത് പറഞ്ഞപ്പോഴും ഓർമ്മ വന്നത്. അങ്ങനെ നമ്മളൊക്കെ റിലേറ്റഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളൊന്നും വന്നു. പക്ഷെ അന്നാണെങ്കിൽ ഇത് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് നല്ല ക്ലാസ്, സജിന മാമിന്റെ ക്ലാസ്, അതുപോലെ ഡീപ്പ് ലേണിങ്ങും അതുപോലെ ഡീപ്പ് വർക്കും ഷാലോ വർക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മോർണിംഗ് സർക്കിളിൽ തന്നെ നമ്മൾ പഠിക്കാൻ പറ്റിയിരുന്നു എന്നുള്ളത്. ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകൾ. പിന്നെ ഇന്നലത്തെ ക്ലാസ്സിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ അൻസാർ സാറിന്റെ ഒരു പ്രണയത്തിന്റെ ഒരു മനോഹാരിത എല്ലാവരും അനുഭവിച്ച് ആ ഒരു ത്രില്ലിൽ ഇരിക്കാവെന്ന് വിചാരിക്കുന്നു. അല്ലേ അൻസാർ സാറുണ്ടോ? ഉണ്ട് കേൾക്കണ്ട്.
അതെ ഉണ്ടല്ലേ ഉണ്ട്. Correct ആണ്, correct ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഐഫോൺ 17ന്റെ കാര്യം വെറുതെ പറഞ്ഞതാണെന്ന് അത് മനസ്സിലാക്കുന്നു. അല്ല എല്ലാവരും കാര്യമായിട്ട് അല്ലല്ല ഇന്ററാക്ഷൻ സെക്ഷനിൽ വരുന്നുണ്ട്. അല്ല അത് വെറുതെ ഞാന് പറഞ്ഞല്ല. അത് പോയിട്ടാ. ഫൈനലൈസ് ചെയ്യണ ഗ്രൂപ്പില് ലാസ്റ്റ് ഇന്ന് എപ്പോഴാണ് മാം ഇവിടെ സജന മാം? കുഴപ്പമില്ല. സ്പോൺസർ പിന്നെ ഫവാസ് സാറാണല്ലോ, അതുകൊണ്ട് ഗ്രൂപ്പിൽ ഇടാനൊന്നും എനിക്ക് പ്രശ്നമില്ല. നല്ല നല്ല കമന്റ് ഇട്. അപ്പൊ ബാക്കിയുള്ളവര് ഞാൻ വിജയിച്ചവർക്ക് സജന മാമിന്റെ പേഴ്സണൽ മെസ്സേജ് വരുന്നതായിരിക്കും. ഫസ്റ്റ് ആപ്പിൾ ജ്യൂസ് പറഞ്ഞതുകൊണ്ട് അതെന്തായാലും കിട്ടുന്നു. ആപ്പിൾ ജ്യൂസ് ശരിയില്ല മാമിന് ആപ്പിൾ ജ്യൂസ് മതി, അത്യാഗ്രഹമില്ല. അതെ കാര്യം വല്ലതും നോക്കാം. നല്ല കമന്റ് ഇട്. ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ കൃത്യമായ ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ ഇടുകയാണെങ്കിൽ അതൊരു എന്താ പറയാ ഒരു സന്തോഷമാണ്. പരമാവധി ഞാനാണെങ്കിലും അൻസാർ സാറാണെങ്കിലും അതുപോലെ അബ്ദുൾ റൌഫ് സാറ് അങ്ങനെ കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് സജന മാം ഷജില മാം സ്ഥിരമായിട്ട് ഇതില് വരാറുണ്ട്. പരമാവധി എല്ലാവരും വരികയാണെങ്കിൽ അത്രയും സന്തോഷം. അപ്പോ നമുക്ക് അതൊക്കെയാണ് നമ്മളുടെ ഒരു എന്താ പറയാ സന്തോഷം. നമ്മൾ ഇനിയിപ്പോ നെഗറ്റീവ് കമന്റ് ഇട്ടാലും ഒരു കുഴപ്പമൊന്നുമില്ല, നമുക്കത് വഴി ഇമ്പ്രൂവ് ചെയ്യാലോ. നെഗറ്റീവ് നമ്മളുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോ അത് മനസ്സിലാക്കി പരമാവധി എല്ലാവരും ഇതിന് ശേഷമുള്ള ഇതിൽ വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? ഇനി എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കാം. എല്ലാവരും ഗ്രൂപ്പില്. അതെ ഐഫോൺ ആർക്കാണെന്നൊരു തീരുമാനത്തിലെത്തണമല്ലോ. അതെ എന്ന് സിനിമ തീരുമാനമാക്കും വിചാരിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.